ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഹൈദരാബാദിലെ റാമുജി ഫിലിം സിറ്റിൻ്റെ തൊട്ട് മുന്നിലാണുള്ളത്. അതിൻ്റെ എൻട്രൻസിൽ, ഗേറ്റ് എൻട്രൻസിലാണുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നുന്നു റാമുജി ഫിലിം സിറ്റി എന്ന് പറഞ്ഞിട്ട്. ഇതാണ് അതിൻ്റെ ഗേറ്റ് എൻട്രൻസ്. ഇത് ഈ ഹൈവേ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ്. നമ്മൾ ഇതുവഴി വരുമ്പോൾ ചെന്നൈയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് വരുമ്പോൾ ഹൈവേ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ്. അപ്രതീക്ഷിതമായിട്ടാണ് ഞാനിത് കണ്ടത്. അപ്പോൾ ഞാനിവിടെ നിർത്തിയതായാലും ഒന്ന് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ അകത്തേക്ക് പ്രവേശനമില്ലാന്നാണ് പറഞ്ഞത്. വിന്റർ ഫെസ്റ്റ് ഫിലിം സ്ട്രീറ്റ് സെലിബ്രേഷൻ എന്നാണ്, ഫിലിമി സ്ട്രീറ്റ് സെലിബ്രേഷൻ. അതായത് 19 ഡിസംബർ മുതൽ 19 ജനുവരി വരെ സംഭവം ഇവിടെ നടക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഒരുപാട് മഹാനടന്മാരൊക്കെ ഇതിൻ്റെ അകത്തേക്ക് പോയ സ്ഥലമായിരിക്കും ഇത്. അപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോൾ ഇല്ല, രാവിലെ 10 മണിക്കാണ് അതിൻ്റെ എൻട്രൻസ് അത് അവർ ഓപ്പൺ ആവുക. ടിക്കറ്റ് കൗണ്ടർ 1700 രൂപയാണ് ഒരു ദിവസം കാണേണ്ട ചാർജ്. അപ്പോൾ അതിനകത്തേക്ക് പോയിട്ട് കുറച്ച് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇതുണ്ട്, ഇതിൻ്റെ എൻട്രൻസ് ഗേറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി ടിക്കറ്റ് എടുത്തിട്ട് കയറാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹൈദരാബാദിനെ ലക്ഷ്യമാക്കിയിട്ട് നീങ്ങാം. വന്നിട്ട് ബസ്സിലേക്ക് വന്നിട്ട് തിരിച്ചു പോകാൻ വേണ്ടി റെഡിയാകുന്നുണ്ട്. അതൊക്കെ ഉണ്ട്. ഇത് മെയിൻ ഹൈവേയിൽ തന്നെയാണ് ഉള്ളത്. അങ്ങനെ നമ്മളിപ്പോൾ നെഹ്റു ഔട്ടർ റിംഗ് റോഡ് ഹൈദരാബാദിലെ 8 വേ ലൈൻസിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ നേരെ മെഡിച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമുക്ക് പോകേണ്ടത്. ഇവിടെ 2 ലൈൻ ട്രക്കിനും 2 ലൈൻ കാറിനുമാണ് ഇത് ഉപയോഗിക്കുന്നത്. ഫസ്റ്റത്തെ 2 ലെഫ്റ്റ് ലൈൻ ട്രക്സ്, ബസ്, അങ്ങനത്തെ വലിയ വാഹനങ്ങൾക്കും അപ്പുറമുള്ള 2 ലൈൻ കാറുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഇവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത് ട്രക്കുകൾക്ക് മാക്സിമം സ്പീഡ് 80 ആണ് ഈ 2 ലൈനിൽ. കാറുകൾക്ക് 120 സ്പീഡാണ്. ആ ബോർഡിൽ കാണാൻ പറ്റും നമുക്ക് 2 ലൈൻ ട്രക്കിൻ്റെ കാണിക്കുന്ന, 2 ലൈൻ കാറിൻ്റെ. സ്പീഡ് ലിമിറ്റാണ് അവിടെ ഉള്ളത്. ഇത് പക്ഷെ ട്രക്കിനുള്ളതല്ല, അത് കാറിനുള്ളതാണ്. ഇതിപ്പോൾ നമ്മൾക്ക് ഇറങ്ങേണ്ട എക്സിറ്റ് നമ്പർ 6 നാഗ്പൂർ റോഡ് ഹൈദരാബാദിലേക്ക്. അതിൽ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാനിപ്പോൾ ഹൈദരാബാദിലെ ലോഡ് ഇറക്കേണ്ട ലൊക്കേഷനിൽ, അതായത് മെഡിച്ചാൽ എന്ന് പറയുന്ന ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇന്നലെ നേരെ ഇവിടത്തേക്ക് വരികയത്. അപ്പോൾ ലൊക്കേഷൻ എനിക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടായി പോയി. അപ്പോൾ ഇവിടെ വന്ന് അവർ പാർട്ടി തന്ന ലൊക്കേഷനിൽ കറക്റ്റ് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കമ്പനി ഇരുട്ടത്തായൊന്നും കാണുന്നുണ്ടായില്ല, ബോർഡൊന്നും ഉണ്ടായില്ല. അങ്ങനെ കുറേ സമയം അവരെ വെയിറ്റ് ചെയ്ത് വിളിച്ചു. അപ്പോൾ ചെന്നൈയിലുള്ള കസ്റ്റമറെ കിട്ടി. അപ്പോൾ അവരെ വിളിച്ചു നോക്കുമ്പോൾ ഇവിടുത്തെ ആൾക്കാർ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ പിന്നെ ഒരു രക്ഷയില്ലാണ്ടായതുകൊണ്ട് വണ്ടി ഞാൻ കുറച്ചും കൂടി മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഒരു പാർക്കിംഗ് കിട്ടിയപ്പം അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തു. അങ്ങനെ പാർക്ക് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞു ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ എന്താ ചെയ്യാന്നുള്ള രീതിയിൽ അവിടെ തന്നെ ഒരു വലിയ പാർക്കിംഗ് ഉണ്ട്. അവിടെ തന്നെ ഉറങ്ങാന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ ഇവിടുത്തെ കസ്റ്റമർ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വന്ന സ്ഥലത്ത് തന്നെയായിരുന്നു ശരിക്കും ലൊക്കേഷൻ, പക്ഷെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ആയിപ്പോയി. കാരണം ഇവിടെ അതിനുള്ള ബോർഡും കാര്യമൊന്നും അതുകൊണ്ട് പെട്ടെന്ന് കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടുത്തെ സെക്യൂരിറ്റിനെ വിളിച്ച് സെക്യൂരിറ്റി റോഡിൽ വന്നിട്ട് അങ്ങനെ ഞാൻ തിരിച്ചിവിടെ വന്നു. അങ്ങനെ ഇവിടത്തേക്ക് വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്, ഇവിടെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം 9:20 ഇവിടുത്തെ ആരും വന്നിട്ടൊന്നുമില്ല. ജോലിക്കാരൊക്കെ എനിക്കൊന്ന് 10 മണിയാകുമ്പോഴത്തേക്കാണ് വരിക. അപ്പോൾ വെയിറ്റ് ചെയ്യുന്നു. ഇതാണ് കമ്പനി. അപ്പോൾ കമ്പനി മീൻസ് ഗോഡൗണ്. ഇവിടത്തേക്ക് നമ്മൾ കൊണ്ടുവന്ന പ്രൊഡക്റ്റ്, അതായത് റബ്ബർ ഗ്ലൗസ് ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതിവിടെ കൊണ്ടുവന്ന് ഇറക്കണം. അപ്പോൾ ഇറക്കണമെങ്കിൽ ഇവിടുത്തെ ലേബേഴ്സോ വർക്കേഴ്സോ ആരും എത്തിയിട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ ആകെ ഉള്ളത് ഇവിടെ നമ്മുടെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനായ ആളാണ്. പുള്ളിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ക്യാ നാം ഹൈ ആപ്കാ? രാജു. കിധർ കാ ഹൈ? विजयवाड़ा. अच्छा, इधर कितना साल हो गया? 1 मंथ है, नया है? हाँ, ओके ओके. इधर अच्छा है? अच्छा है, सब कुछ. खाना किधर से मिले? दुकान की होटल में. इधर नहीं बनाते? नहीं. हिंदी आता है ना? थोड़ा. आप तेलुगु ओनली तेलुगु? थोड़ा, लेकिन थोड़ा अच्छा हिंदी आता है. थोड़ा आता है. ओके. फैमिली? विजयवाड़ा. बच्चा कितना है? मैरिज नहीं. ओ, मैरिज नहीं. कितना उम्र हो गया? एक. नहीं. एज 30. ओ, लेट हो गया शादी के लिए? इंटरेस्ट नहीं. मैरिज इंटरेस्ट नहीं. क्यों?
गर्लफ्रेंड ലവ് കുച്ച് നെയ്യേ ഓക്കെ 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 ഓക്കെ. അപ്പോൾ ഇവിടെ അത് ഓഫീസാണ്. ഓഫീസിന്റെ സൈഡിൽ തന്നെ ബാത്റൂമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞു. കാരണം ഇന്നലെ വണ്ടി ഓടിച്ചിട്ട് രാത്രി മൊത്തത്തിൽ വന്നുകൊണ്ട് കുളിക്കാൻ ഇതിനൊന്നും പറ്റിയില്ല. അത്യാവശ്യം ചെയ്യേണ്ട ബാത്റൂം കാര്യങ്ങൾ മാത്രമേ പോകാൻ പറ്റിയുള്ളൂ. അപ്പോൾ കുളിക്കാൻ സമയം ഉണ്ടായില്ല. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഇവിടെ നിന്ന് പെട്ടെന്ന് ഇറക്കുമെന്ന് പറഞ്ഞിട്ടാണ് അവർ പെട്ടെന്ന് എത്താൻ പറഞ്ഞത്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് പിന്നെ ലേറ്റ് ആയല്ലോ ഓൾറെഡി. ഇത് ഓഫീസ് റൂം. അത്യാവശ്യം സൗകര്യങ്ങളുണ്ട്. ഇവിടെ 3 ബാത്റൂം ഉണ്ട്. അതിൽ ഇത് 2 ജെൻസിൻ്റെതും ഇത് ലേഡീസിൻ്റെ. അങ്ങനെ അവർ ആ ഒരു സൗകര്യത്തിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് റോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈദരാബാദ് റിംഗ് റോഡിൽ നിന്ന് മെഡിച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ മെഡിച്ചാലിലേക്ക് പോകുന്ന വഴിക്കല്ല, നമ്മുടെ ഹൈദരാബാദ് ടൗണിലേക്ക് പോകുന്ന വഴിക്ക് ഒരു താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞ പാടെ തന്നെ ലെഫ്റ്റിലോട്ട് റോഡുണ്ട്. ആ റോഡിലേക്ക് ഒരു 1/2 കിലോമീറ്റർ 1 കിലോമീറ്ററേ വരണ്ട ഉള്ളിലോട്ടേക്ക്. പക്ഷെ ഇതൊരു ഉള്ളേരിയ പോലെ ആയതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ടുള്ള ചെറിയൊരു കൺഫ്യൂഷനിൽ ഇന്നലെ നമ്മൾക്ക് ലൊക്കേഷൻ മനസ്സിലാവാണ്ടായി പോയത്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം അവർ വന്നു കഴിഞ്ഞാൽ എന്താ നോക്കിയിട്ട് അവർ എത്ര മണിക്ക് ഇറക്കുന്ന കാര്യം നോക്കിയിട്ട് ലോഡ് ഇറക്കും. അവർ തന്ന ലൊക്കേഷൻ പ്രകാരം ഞാൻ ഇവിടെയാണ് എത്തിയത്. എന്നിട്ട് ഈ നേരെ സ്കൂളിന്റെ ഓപ്പോസിറ്റാണ് പറഞ്ഞത്. പക്ഷേ രാത്രി ആയതുകൊണ്ട് ഇവിടെ കണ്ടില്ല. അപ്പോൾ ഈ ഒരു ബോർഡ് ഞാൻ കണ്ടിരുന്നു, ഈ 2 ലെറ്റ് എന്നെ പറഞ്ഞിട്ട്. പക്ഷെ ഇവിടെ ജസ്റ്റ് ഒരു ബ്രൈറ്റ് വേ എന്നാണ് കമ്പനീന്റെ പേര്. അപ്പോൾ ബ്രൈറ്റ് വേ എന്നോ ഒന്നും ഉണ്ടായില്ല. ഈ ഗോഡൌണിന്റെ പേരിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോൾ ഈ ഗോഡൌണിന്റെ ഇവിടെയൊക്കെ വന്ന് നോക്കിയാൽ ആരും ഉണ്ടായിരുന്നില്ല. ഞാനിവിടെ വണ്ടി സൈഡാക്കിയിട്ട് നോക്കിയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. ഒന്ന് ചോദിക്കാനോ ഇതിനോ. അപ്പോൾ ഫോൺ വിളിച്ചതും കിട്ടിയില്ലല്ലോ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഈ സ്കൂള് ലൊക്കേഷൻ കാണിക്കുന്നുമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചിട്ടായിരിക്കില്ല എന്ന് വെച്ചിട്ട്. അപ്പോൾ ഈ റോഡ് ചെറുതായതുകൊണ്ട് വലിയ ഈ കണ്ടെയ്നർ ലോറി ആയിരുന്നു ഇതിൽ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് ഗോഡൌണുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ അധികം വെക്കാൻ പറ്റിയില്ല, നിർത്തി വിടാൻ പറ്റിയില്ല. അപ്പം ആൾക്കാർ വണ്ടി ബ്ലോക്ക് ആവുന്നതുകൊണ്ട് ഹോൺ അടിക്കുന്നുമുണ്ട്. അപ്പോൾ അതാ ഓൾറെഡി ഒരു കണ്ടെയ്നർ ലോറി വരുന്നത് ഇതുപോലെയായിരുന്നു അവസ്ഥ ഇവിടെ ഇന്നലെ രാത്രി. അപ്പോൾ ഞാൻ ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ എനിക്ക് നല്ലൊരു സ്പേസ് കിട്ടിയിട്ട് അവിടെ വെച്ച് പാർക്ക് ചെയ്തിട്ട് അവിടെ വെയിറ്റ് ചെയ്തതാണ് ഈ പുള്ളി കുറേ സമയം കഴിഞ്ഞാൽ വിളിച്ചത്. അതുകൊണ്ട് പിന്നെ ഇവിടെ വന്ന് ഇവിടെ നേരെ വണ്ടി കയറ്റി വെച്ചിട്ടാണുള്ളത്. അവസ്ഥ ഇങ്ങനെയുള്ളത്. പെട്ടെന്ന് ഈ റോഡിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എന്താ പറയുക, നമുക്കൊരു പെട്ടെന്ന് ഇത് ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. കാരണം ചെറിയ റോഡല്ലേ, അതും പ്രത്യേകിച്ച് രാത്രി ഏകദേശം ഒരു 11:30 മണിയായി. ആ സമയത്തായിരുന്നു ഈ സംഭവം. ഇങ്ങനെയായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ഇതുപോലെ രാത്രി ഇതുപോലെയാണ് അവസ്ഥ. രാത്രി ഇരുടായിട്ട് പെട്ടെന്ന് ഇത് കാണുന്നില്ല. ഇതിപ്പോൾ നമുക്ക് പകലായതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്, രാത്രി ആയതുകൊണ്ട് ഇതൊന്നും കാണാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിൽ കുടുങ്ങിപ്പോയിന്ന് വിചാരിച്ചാണ്. പക്ഷെ ഭാഗ്യത്തിന് പുള്ളിക്കാരൻ വിളിച്ചുകൊണ്ട് നേരെ ഇവിടെ വന്ന് സുഖമായിട്ട് കിടന്നുറങ്ങി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റി. അപ്പോൾ രാവിലെ തന്നെ ഈ കടയിൽ വന്നിട്ട് ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ, അതായത് ബ്രെഡ്, ജാമുണ്ട്. അപ്പോൾ ബ്രെഡും പാലൊക്കെ വാങ്ങിച്ചിട്ട് അതിനുവേണ്ടി വന്നതാണ്. അപ്പോൾ അത് 2 വാങ്ങിച്ചിട്ടുണ്ട്. തിരിച്ച് ഗോഡൗണിൻ്റെ അങ്ങോട്ടേക്ക് പോകണം. അപ്പം ഇവിടെയൊക്കെ ഒരുപാട് ഗോഡൗൺ ഉണ്ട്. ഓൾറെഡി ഗോഡൗണൊക്കെ ഫുള്ളായിട്ടാണ് കാണുന്നത്. ചില ഗോഡൗണൊക്കെ റെന്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ബോർഡ് വെച്ചിട്ട് കണ്ടിരുന്നു. അപ്പോൾ സാധനം വാങ്ങാൻ വേണ്ടി കുറച്ച് ഇങ്ങോട്ടേക്ക് നടന്നു വരിയത്. ചെറിയ ചെറിയ ഹോട്ടലുകളൊക്കെ ഉണ്ട് ഈ ഗോഡൗണിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള, വർക്കേഴ്സിന് ഭക്ഷണം കഴിക്കാനും ഇതിനൊക്കെ ഗോഡൗണിൻ്റെ അടുത്തായിട്ട് തന്നെ കുറേ ഹോട്ടലുകൾ. അത്യാവശ്യം ചെറുത് തന്നെയാണ്. പക്ഷേ ഇതിവിടെ CS റെഡി വെയർ ഹൗസ് ഫോർ റെന്റ്. ആർക്കെങ്കിലും ഗോഡൗൺ ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. ഇവിടെ മെഡിച്ചാലിൽ ഹൈദരാബാദിൽ ഇവിടെ അടുത്ത് തന്നെ വേ ബ്രിഡ്ജും ഉണ്ട്. പിന്നെ ഇവിടെ വർക്കേഴ്സൊക്കെ താമസിക്കാൻ വേണ്ടി ചെറിയ ചെറിയ ലൈനായിട്ടുള്ള കുറേ റൂംസും ഉണ്ട്. പിന്നെ കുറേ ഗോഡൗണും ഉണ്ട്. ഇവിടെ ഹിമാലയ വെൽനസ് കമ്പനി, ഹിമാലയന്റെ ഗോഡൗണാണ് ഇവിടെ കാണുന്നത്. ഇതും ഒരു ഗോഡൗണാണ്. ഞാൻ ഇന്നലെ രാത്രി വണ്ടി ഫസ്റ്റ് നിർത്തിയത് ഈ ലൊക്കേഷനിൽ വന്ന് നിന്നത് വണ്ടി. അപ്പം നിർത്തി നോക്കുമ്പോൾ ഇവിടെ ഒരു ഗോഡൗൺ കണ്ടു. പക്ഷെ പേര് വേറെയായിരുന്നു, കൺട്രി വൈഡ് ലോജിസ്റ്റിക്സ് എന്നാണ് കണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല, സെക്യൂരിറ്റി ഒന്നുമില്ല. അപ്പോൾ അകത്ത് കയറി, കോമ്പൗണ്ടിൻ്റെ അകത്ത് കയറി നോക്കി, പക്ഷെ ആരെയും കാണാൻ പറ്റിയില്ല. പിന്നെ ആ കൺഫ്യൂഷൻ ഇവിടുന്നാണ് ബ്ലോക്ക് ആയത് മൊത്തത്തിൽ. ഇപ്പോൾ നോക്കുമ്പോൾ വേറെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതാ ചെറിയൊരു ടിഫിൻ കടയൊക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് സ്കൂള്.
ഇവിടെയാണ് നമ്മുടെ ലൊക്കേഷൻ. അപ്പോൾ കുറച്ച് മുന്നോട്ടാണ് വന്നിട്ട് ആ ലൊക്കേഷനിൽ വന്ന് നിന്നുകൊണ്ടാണ് മൊത്തം കൺഫ്യൂഷനായി. ഈ ഒരു സ്ഥലം നമ്മൾക്ക് പെട്ടെന്ന് ഈ ഗോഡൗൺ അതിൻ്റെ അകത്ത് കാണാൻ പറ്റിയില്ല. വണ്ടി മൂവ് ചെയ്തപ്പോൾ ഞാൻ ഈ ടൂലറ്റ് എന്നുള്ളത് കണ്ടിരുന്നു ഇവിടെ ഈ ബോർഡ്. പക്ഷേ ഇങ്ങോട്ടേക്കുള്ള ഈ ഒരു ഗോഡൗൺ കാണാൻ പറ്റിയില്ല. അത് കണ്ടിരുന്നെങ്കിൽ പിന്നെ ഇവിടെ ഒന്നും ആരും ഉണ്ടായിട്ടുമില്ല. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഒരാളിപ്പോൾ പെട്ടെന്ന് എന്നോട് ചിരിച്ചിട്ട് ഹായ് പറഞ്ഞു. क्या नाम है? मोहम्मद रईस. मोहम्मद रईस, किधर का है आप? ये कानपुर यूपी. यूपी. इधर इधर क्या है? इधर दुकान है अपना. अच्छा, किधर? आगे मल्ली दुकान. कौन सा दुकान है? होटल? ये मोबाइल का. अच्छा, मोबाइल का दुकान. ओके. अकरम. अकरम मोबाइल सेंटर. अच्छा, अभी खोलने के लिए जा रहे हैं? हाँ. इधर रहते हैं किधर आप? ये मौलाना कॉलोनी में. वो मौलाना कॉलोनी. अच्छा. इधर कितना साल हो गया? 10 साल हो गया. 10 साल हो गया. इधर हैदराबाद में आके. ओरिजिनल यूपी का है. यूपी में किधर? कानपुर. ओ, कानपुर का है. ओ, कानपुर. ओके. सब कुछ खरीद है ना? हाँ, अल्लाह का लाख शुक्र. ओके, इंशाल्लाह मिलेगा. ओके, थैंक यू. हाल में रखे उसमें खुश है. ओके, दुआ करो सबके लिए. ओके जी ओके बाबा. ഓക്കെ ബൈ. താങ്ക് യു. അസ്സലാമു അലൈക്കും. वालेकुम अस्सलाम. ഇപ്പൊ ബാബു നല്ല ഫാമിലി ആയിട്ട് നല്ല സംസാരം തോന്നുന്നു കാണുമ്പോ വീട്ടിലേക്ക്. बाबू चाय पिया चाय चाहिए? ब्रेड और ब्रेकफास्ट किया? ഓക്കെ. അപ്പൊ രാവിലെ തന്നെ നല്ലൊരു പാൽ ചായ കുടിക്കാം. അപ്പൊ അതുകൊണ്ട് പാല് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു നല്ലൊരു പാൽ ചായ ഉണ്ടാക്കാന്ന് കരുതി പാത്രം കഴുകി വെച്ചിട്ടുണ്ട്. കത്രിക മിസ്സായി എടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് കത്രികയില്ല. അതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. കത്തി കൊണ്ട് മുറിക്കുമ്പോൾ ചിലപ്പം മറിയാൻ ചാൻസ് ഉണ്ട്. ഗോഡൗണിൽ ആള് വന്ന് തോന്നുന്നുണ്ട്. കാരണം ലോക്കൊക്കെ തുറക്കുന്ന ഒച്ച കേൾക്കുന്നുണ്ട്. ഗോഡൗണിന്റെ ഗേറ്റൊക്കെ ഏതാ പൊന്തി ഷട്ടർ പൊന്തിക്കുന്നുണ്ട് അവര്. എനിക്ക് വർക്കേഴ്സൊക്കെ വന്നെന്ന് തോന്നുന്നുണ്ട്. സമയം എത്രയായി? ഇതാ സമയം ഇപ്പൊ 10 മണിയായി. കറക്റ്റ് 10 മണിക്ക് അവര് കറക്റ്റ് വന്നു. ഇവിടെ പാല് ഇവിടെ ചായക്ക് വേണ്ടിട്ട് തിളക്കാൻ വെച്ചിട്ടുണ്ട്. ചായ തിളച്ച് വരുന്നുണ്ട്. ചായപ്പൊടിയൊക്കെ ഇട്ട് നല്ലോണം തിളച്ച് വരുന്നുണ്ട്. അത്യാവശ്യം കടുപ്പമുണ്ട്. ABTന്റെ പ്രീമിയം ടീ പൗഡറാണ് ചായപ്പൊടി. നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ശരിയായ ചായപ്പൊടിൻ്റെ സ്വാദ് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി നല്ലോണം തിളപ്പിക്കാമെന്ന് വെച്ച്. അപ്പം അധികം തിളപ്പിച്ചാൽ ചിലപ്പോൾ പൊന്തി വന്ന് മറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് നോക്കിയിട്ടുണ്ട്. അത്യാവശ്യമാണ്. അടുത്തതായി ഇന്നലെ ഉണ്ടാക്കിയ കറി ഒന്ന് ചൂടാക്കി എടുക്കണം. രാവിലത്തെ ഉച്ചക്കത്തേക്ക് ഏതായാലും ഇതും ചോറും ഉണ്ട്. അപ്പോൾ ഒരു മസാലക്കറിയോ അല്ല സാമ്പാറോ അല്ലാത്ത രീതിയിലുള്ള ഒരു കറിയാണ് വെച്ചത്. പരിപ്പൊക്കെ ഇട്ടിട്ട്, മഞ്ഞപ്പരിപ്പല്ലേ അതിട്ടിട്ട്. അപ്പോൾ അത് ചൂടാക്കി എടുക്കണം. അല്ലേ, തീ കൂട്ടാം. നമ്മുടെ ചായ ഇവിടെ തിളച്ച് റെഡിയായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ അരിച്ചൊന്ന് കുടിക്കണം. ഇതാണ് ചായപ്പൊടി. ABTയുടെ പ്രീമിയം ഗാർഡൻ ഫ്രഷ്. ചായ റെഡി ആയിട്ടുണ്ട്. സ്റ്റീൽ ഗ്ലാസ്സിലാണ് ചായ കുടിക്കുന്നത്. കുപ്പി ഗ്ലാസ് ഉണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയി. പിന്നെ സ്റ്റീൽ ഗ്ലാസ് ആകുമ്പോൾ പൊട്ടുന്ന പേടിക്കണ്ടല്ലോ, അതൊരു ഉപകാരമാണ്. പക്ഷേ കുപ്പി ഗ്ലാസ്സിൽ കുടിക്കുന്ന ഒരു സുഖം സ്റ്റീൽ ഗ്ലാസ് കിട്ടാറില്ല.
എരുമപ്പാലാന്ന് തോന്നുന്നുണ്ട് അതിന്റെ ടേസ്റ്റ് അത്രയും. ഈ ജാം മിക്സഡ്, അതായത് മീൽ ടൈമിന്റെ ഒരു ജാമാണ്, ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഇത് മിക്സഡ് ഫ്രൂട്ട് ജാമാണ്. അപ്പോൾ ഈ ബ്രെഡിന്റെ കൂടെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ട് അത് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ബ്രെഡ് എടുക്കാം. ഒരു 4 പീസ് ബ്രെഡ് എടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ഈ ജാം അപ്പോൾ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കഴിക്കാം. ചില സമയത്ത് ഉപ്മാവ് വേറെ ഐറ്റംസ് ആകാറുണ്ട് ചപ്പാത്തിയെല്ലാം. ഇപ്പം പിന്നെ ഈ സാഹചര്യം ഇവിടെ ഇങ്ങനെ ആയതുകൊണ്ട് തൽക്കാലം ബ്രെഡിലും ജാമിലും ഒതുക്കാന്ന് വെച്ചു. അപ്പോൾ നമ്മളെ വണ്ടി നേരെ ഓപ്പോസിറ്റ് തിരിച്ചു വെക്കാം, അതായത് തിരിച്ചു വെക്കാൻ വേണ്ടി പറഞ്ഞു. പുറകിലേക്ക് അവർക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് വർക്കേഴ്സെല്ലാം വന്നല്ലോ. അപ്പോൾ വണ്ടി ഏതായാലും സ്റ്റാർട്ട് ചെയ്യലായി. ഇങ്ങനത്തെ ബ്ലോക്കെല്ലാം കുടുങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഡേഞ്ചർ എന്ന് വെച്ചാൽ ഈ ബൈക്കുകാരാണ്. അവർക്ക് സമാധാനം ഉണ്ടാവില്ല. അവർ എന്താ പറയുക, നമ്മൾ കേരളത്തിൽ അങ്ങനെ വലിയ പ്രശ്നമില്ല, പക്ഷെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഇവർ ഈ നമ്മളെ വണ്ടി ഇങ്ങനെ ബ്ലോക്കായി ബാക്ക് എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇതാക്കുന്നുണ്ടോ ഒന്നും നോക്കില്ല. അവർ എങ്ങനെയെങ്കിലും ഒന്ന് അതിൻ്റെ ഇടയിലേക്ക് ഒരു കുത്തിക്കയറ്റിയിട്ട് അങ്ങ് കയറി പോകാൻ നോക്കുക ചെയ്യുക. അപ്പോൾ നമ്മളിത് എന്താ പറയുക, ആ തിരക്കിനിടയ്ക്ക് ഈ സൈഡ് പെട്ടെന്ന് ശ്രദ്ധിക്കാണ്ടായി പോയെങ്കിൽ ഇവരെന്താവും ഈ ബ്ലൈൻഡ് സ്പോട്ട് ലെഫ്റ്റ് സൈഡിൽ അവിടെ വന്നിട്ട് ചിലപ്പോൾ അങ്ങനെ കയറാൻ നോക്കും. ആ സമയത്ത് പെട്ടെന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താവും, ടച്ചായി പോകും. എപ്പോഴും ഒരു ഡേഞ്ചർ കേസാണ് ഈ കാര്യത്തിൽ ഇവിടെ ഉള്ളത്. അങ്ങനെ ബാക്ക് വെച്ചിട്ടുണ്ട് വണ്ടി ഇവിടെ ഇവർക്ക് ഇറക്കാൻ വേണ്ടിയുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ റെഡി ആയിട്ടുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചത് ഡി എച്ച് എല്ലിന്റെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിലായിരുന്നു ഈ നമ്മുടെ ഈ ലോഡ് ഗേറ്റ് ബിൽഡിംഗ് ഉണ്ടായത്. അപ്പോൾ അവർ പറഞ്ഞു DHL എന്നാണ് പറഞ്ഞത്. അപ്പോൾ DHL അല്ല സംഭവം, ടൈം സ്കാൻ എന്ന കമ്പനിയിൽ നിന്നാണ് ഇത് കയറ്റിയത്, റബ്ബർ ഗ്ലൗസ്. അപ്പോൾ ആദ്യം എക്സ്പ്രസ് എന്നെല്ലാം പറഞ്ഞിട്ട് ആ കൺഫ്യൂഷൻ ആക്കിയാണ്. ഇത് എക്സ്പ്രസ് ഒന്നും ആയിരുന്നില്ല, സാധാ ഗ്ലൗസ് ആണ്. ഇത് ഗോഡൌണിലേക്ക് കൊണ്ടുവന്നെയാണ്. ഇവിടെ കുറേ ലേബേഴ്സ് ഉണ്ട്. ഇവരായിരുന്നു ഇനിയിപ്പം റിവേഴ്സ് എടുക്കാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി പോയി. അവിടുന്ന് ചെറിയൊരു സ്ഥലമായതുകൊണ്ട് അപ്പോൾ മൊത്തം ബ്ലോക്കായി പോയി. അപ്പോൾ അങ്ങനെയല്ലോ ഇവരൊക്കെ സഹായിച്ചിട്ട് ഇങ്ങനെ പറയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് ഇവരൊന്ന് പരിചയപ്പെടാം. ആ ഭായ് സാബ്, आप लोग नमस्कार, गुड मॉर्निंग. किधर का आप लोग? हम लोग हैं आसाम से. आसाम से. ओके, सब लोग आसाम से. नाम क्या है आपका? मेरा नाम जाहिदुल इस्लाम. क्या? जाहिदुल इस्लाम. जाहिदुल इस्लाम. आपका? नूरुल इस्लाम. नूर इस्लाम. अशरफ अली. आपका इस्लाम नहीं है? दोनों का इस्लाम हो गया अभी. मेरा सोफिकुल. सोफिकुल. और शानिदुर रहमान. शनीदुर रहमान. आसाम में किधर है? आसाम बरपेटा डिस्ट्रिक्ट. कौन सा? बरपेटा डिस्ट्रिक्ट. बरपेटा. ओके, ये तो नया है ये गोडाउन? हाँ, गोडाउन है. इस गोडाउन में. अच्छा, कितना महीना हो गया इधर? अभी 1.5 month ऐसे हुआ. अच्छा, कल रात को बाबू बोला वो आज सुबह वो 1 महीना हो गया इधर अभी काम चालू हो गया. 1.5 महीना हुआ ऐसे हुआ. अच्छा. ऐसे हुआ है सालों में. ओके, आप लोग इधर नया है नहीं दूसरा जगह काम करके इधर आ गया आसाम से? दूसरा जगह काम करके इधर आए.
अच्छा केरला से इधर है ओ केरला में किधर है हलवा आलुआ में काम किया पेरुम्बावूर है नहीं पेरम्बावूर के आसपास पेरम्बावूर भी था हलवा हाँ क्या काम था आयमुरी है ना पेरम्बावूर आयमुरी आयमुरी ओके मैं नहीं गया मेरे को वो पेरम्बावूर के आसपास ही है अच्छा 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 क्या काम था उधर उधर में रिलायंस कंपनी में काम किया रिलायंस काम क्या था वो ऐसा ही फूड वगैरह खाने वाला सामान है ना हाँ गोडाउन है इधर अच्छा है साउथ में अच्छा है हैदराबाद केरला अच्छा है लेकिन फूड थोड़ा प्रॉब्लम है क्यों आप लोग बनाते हैं हाँ हम लोग रूम में कुकिंग करके खाता है फिर क्या मुश्किल है फूड का नहीं अभी प्रॉब्लम नहीं लेकिन होटल में खाने के लिए जाता तो थोड़ा हाँ होटल में तो कंटिन्यू नहीं कर सकते ना कभी भी हम तो बना के खाएगा तो अच्छा है ना फैमिली इधर ही है अभी भी मैरिज में ना अनमेरिड है वो सब लोग लोग नहीं ओनली हाँ पूरा अनमेरिड है अनमेरिड है अच्छा 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 सब लोग कोई लड़की नहीं मिलेगा। हाँ कितना उम्र हो गया आप लोग का मेरा 22 अभी 22 23 25 ऐसे ही अच्छा और ये ये थोड़ा 20 का होगा 28 का थोड़ा उम्र ज्यादा लग रहा है मेरे को इसलिए शादी नहीं हो गया हो गया बच्चा हाँ इसलिए क्यों शर्माते हैं वो बोलने के लिए तो एक लड़का है अच्छा फैमिली आसाम में अच्छा 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 ഓക്കെ ബൈ താങ്ക് യു ആപ്പ് ലോഗ് അച്ഛ ബാക്കി താങ്ക് യു ബൈ ബൈ എന്നാൽ അൺലോഡിങ് സ്റ്റാർട്ടായിട്ടുണ്ട് പക്ഷെ ഇവര് ഇവിടെ പുതിയ സംഭവമായതുകൊണ്ട് ഒരു മാസമായതുകൊണ്ട് ഇവർക്ക് സെറ്റപ്പ് ഒന്നും റെഡി ആയിട്ടില്ല പാലറ്റ് ജാക്കില്ല പാലറ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവര് 5-6 പേരെ ഇവരുള്ളൂ അപ്പോൾ ഇവർ ഇതിന്റെ മുകളിൽ വെച്ചിട്ട് വേണം അങ്ങോട്ട് അകത്തേക്ക് കൊണ്ടുപോയിട്ട് അകത്ത് അവിടെ അങ്ങ് കാണുന്ന ഹൈറ്റിൽ വേണം ഒരു സ്റ്റേക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അൺലോഡിങ് തകൃതിയായി നടക്കുന്നുണ്ട് അപ്പൊ ഇവര് പല സൈസിലുള്ള ബാഗായതുകൊണ്ട് അവരിങ്ങനെ തരംതിരിച്ചിട്ടാണ് വെക്കുന്നത് തരംതിരിച്ചിട്ട് കൊണ്ടുപോകുന്നത് അവിടെ സ്റ്റാക്ക് ചെയ്യുമ്പോൾ അത് സെപ്പറേറ്റ് അവർക്ക് പിന്നെ അതൊരു ബുദ്ധിമുട്ടാവില്ലെന്ന് വെച്ചിട്ട് അവരിപ്പം ഇവിടെ നിന്നെല്ലാം സ്റ്റാക്ക് ചെയ്തിട്ട് ഓരോ എണ്ണത്തിന്റെ ആയാലും സൈസിന്റെ ആയാലും എല്ലാം വ്യത്യസ്തമായിട്ട് അവർ തരംതിരിച്ചിട്ട് ലോഡ് ഇറക്കുമ്പോൾ തന്നെ റെഡിയാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് അവിടെ ഈ ഒരു ചെറിയ സമയം എക്സ്ട്രാ ചെലവാക്കിയാലും പിന്നെ അങ്ങോട്ട് അവർക്ക് എളുപ്പമാവും ആ ഒരു രീതിയിൽ അവർക്ക് ചെയ്യുന്നത് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവര് സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു ഇതും കൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് അപ്പം ഏകദേശം പകുതിയായെന്ന് വിചാരിക്കാം ഇതാ ഏകദേശം ഒരു പകുതി എത്തിയെന്ന് പറയാം ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടുന്ന് മുതൽ ഇവിടെ വരെ ഇപ്പം ഇറക്കിയിട്ടുള്ള അതിൽ കുറച്ച് ഇത് ബാക്കിയുണ്ട് അത്രേ അപ്പം എന്തായാലും ടൈം എടുക്കും അപ്പം വേറൊരു ലോഡ് ശരിയായിട്ട് വിളിച്ചിട്ടുണ്ട് ബാംഗ്ലൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം അത് ലോഡ് എടുക്കേണ്ട സ്ഥലം നോ എൻട്രിയുള്ള ഹൈദരാബാദ് ടൗണിൻ്റെ അകത്തേക്കാണ് പോകേണ്ടത് അപ്പോൾ അവിടെ 4 മണിക്കുള്ളിൽ അവിടെ പിന്നെ അങ്ങോട്ട് കയറാൻ കഴിയില്ല കാരണം പിന്നെ രാത്രി 10 മണി വരെ നോ എൻട്രി ടൈമാണ് അപ്പം മറ്റേ ലോഡിന്റെ അവർ തിരക്കാക്കുന്നതുകൊണ്ട് സ്പെഷ്യൽ റിക്വസ്റ്റ് ചെയ്തിട്ട് ഇവരിപ്പോ ഇവിടുന്ന് പെട്ടെന്ന് ഈ 6 ആള് 2 4 6 7 ആൾക്കാർ ഓടിയിട്ട് അവിടുന്ന് പെട്ടെന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവെക്കുകയാണ് അപ്പോ അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല ഇവിടെ തൽക്കാലം കൊണ്ടുവന്നിട്ട് ഇവിടെ വെക്കുക ഇവിടുന്ന് പിന്നെ നമ്മുടെ വണ്ടി കാലിയ ശേഷം പിന്നെ അവർ നോക്കിയിട്ട് ഉള്ളിലേക്ക് കൊണ്ടുവെക്കാന്ന് പറഞ്ഞ ഒരു കണ്ടീഷനിൽ പറഞ്ഞിട്ട് ഇപ്പോൾ തകൃതിയായിട്ട് ഇവിടെ അൺലോഡിങ് നടക്കുക അപ്പോൾ ഈ ലോഡിന്റെ വിശേഷങ്ങളായിട്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ലോഡിന്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ